എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം 6:45 കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി. സാധാരണ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീക്കുവേ. അവൾക്ക് ഇന്ന് പ്രീ സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ആളെ കഴിപ്പിച്ചിട്ട് വിടണമെങ്കിൽ ഒരു 6 മണിയാണെങ്കിലും ആകുമ്പം എണീറ്റാലേ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുള്ളൂ കേട്ടോ. 6 എണീറ്റാൽ 7 മണി 7:30 ആകുമ്പോഴത്തേക്കും എൻ്റെ ജോലിയൊക്കെ കഴിയും. പിന്നെ അവളുടെ കൂടി ഏകദേശം ഒരു മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഇരിക്കണം ആളെ കഴിപ്പിച്ചിട്ട് കുളിപ്പിച്ചൊന്ന് പ്രീ സ്കൂളിലേക്ക് ആക്കണമെങ്കിൽ. അങ്ങനെ ഇന്നലത്തെ പാത്രമെല്ലാം അതേപോലെ ഇവിടെ ഇരിപ്പുണ്ട്. മടി കാരണം ഞാൻ എടുത്ത് വെച്ചില്ല കേട്ടോ, കഴുകിയിട്ട് അവിടെ തന്നെ വെച്ചു. ആദ്യം ആ പാത്രങ്ങളെല്ലാം എടുത്ത് അകത്ത് വെച്ചേക്കാമെന്ന് കരുതി കേട്ടോ. അതെല്ലാം കൂടി എടുത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ അടുക്കള പകുതി ക്ലീൻ ആയതുപോലെ തോന്നും. അങ്ങനെ പാത്രങ്ങൾ എല്ലാം എടുത്ത് വെച്ചു. അത്രയും ഭാഗം ക്ലീനായി. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ ഇന്നലെ കടല വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് കരുതി. 1 ഗ്ലാസ് പുട്ടുപൊടി മതി കേട്ടോ. 1 ഗ്ലാസ് പുട്ടുപൊടി, പിന്നെ അതിന് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അത് അവിടെ വെച്ചു. ഒരു 20 മിനിറ്റ്സ് അവിടെ വെച്ചിട്ട് ഒന്ന് നമുക്ക് നനച്ചെടുക്കാം. പിന്നെ ആ സമയം കൊണ്ട് നമ്മുടെ കടല കുക്കറിനകത്ത് കയറ്റിയിട്ട് കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കടല വേവിക്കുമ്പോൾ തലേദിവസം വെള്ളത്തിൽ കിടന്നത് കൊണ്ട് 2 വിസിൽ ഫുൾ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടും. ഇനി കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. സാധാരണ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇന്നതിനൊന്നും പോയില്ല. വെളുത്തുള്ളി സവോളയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് ഒരു മസാല ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഇതെല്ലാം എടുത്ത് നോക്കിയപ്പോഴാണ് ഈ സവോളയുടെ ഇവിടെ എന്താണെന്നറിയില്ല, ഇങ്ങനെ കേട് വന്നതുപോലെ ഇരിക്കുന്നു. വെളുത്തുള്ളിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊളിച്ച് വന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അകം നല്ല ക്ലീനായിരുന്നു. ഇങ്ങനെ അതെല്ലാം ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചു. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് സവോളയൊക്കെ അരിഞ്ഞു വെച്ചു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴട്ടിയിട്ട് നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോഴാണ് ഞാൻ നിർത്തത്. ഞാൻ രാവിലെ എല്ലാ ദിവസവും ഈ ചായ അല്ലെങ്കിൽ കാപ്പി ഒഴിവാക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കും കേട്ടോ. ചൂടുവെള്ളത്തിനകത്ത് ഒന്നെങ്കിൽ ജീരകം അല്ലെങ്കിൽ ഉലുവ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അതെന്തെങ്കിലും ആയിട്ടിട്ടിട്ട് അതായിരിക്കും രാവിലെ കുടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. ആ സമയത്ത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുത്ത് വെച്ചു കേട്ടോ. ഈ വെള്ളം തിളപ്പിക്കാൻ പോയതുകൊണ്ട് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. പാത്രം അത്യാവശ്യം നല്ലപോലെ ചൂടായി പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ മസാല ഉണ്ടല്ലോ, ഞാൻ മീറ്റ് മസാല യൂസ് ചെയ്യുന്നു. മീറ്റ് മസാല ഇട്ടിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കും കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി മൂപ്പിച്ച് എടുക്കും. പിന്നെ അത് മിക്സിക്കകത്ത് ഇട്ട് ഒന്ന് അരച്ച് ആ അരപ്പ് കടലയുടെ ഗ്രേവിയിൽ കടലക്കകത്തോട്ട് ചേർക്കും, അല്ലെങ്കിൽ കടലരപ്പിനകത്തോട്ട് ചേർക്കും. അങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ താളിച്ചും ചേർക്കും കേട്ടോ. ആ സമയത്തേക്ക് നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായിട്ട് നനയ്ക്കാൻ റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പുട്ടുണ്ടല്ലോ ഒരു ഓപ്ഷണൽ ഫുഡാണ്. ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല പുട്ടിനോട്. ഈ ഒന്നും ഉണ്ടാക്കാൻ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാക്കുന്ന സാധനമാണ് പുട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് പുട്ടിലേക്ക് വന്നത്. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡിയായി, അതുപോലെ പുട്ടും റെഡിയായിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ മോർണിംഗ്.